ഹരേ കൃഷ്ണ. മാതാജി സൗണ്ട് ക്ലിയർ അല്ലേ? കേൾക്കാലോ? കേൾക്കാം ക്ലിയർ ആണ് മാതാജി. മാതാജി. ആ ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ഹരേ അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമാം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭക്തി സദാചാർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഭക്തരുടെ പ്രാർത്ഥനകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സില് കർദമ മുനിയുടെ പ്രാർത്ഥനകൾ ഇതാണ് നമ്മൾ തുടങ്ങിയത്. കർദമ മുനി ബ്രഹ്മാവിന്റെ മകനാണ്. സ്വയംഭൂ മനുവിന്റെ മകളായ ദേവഹൂതിയെ കർദമ മുനി വിവാഹം കഴിക്കുന്നു. അല്ലെ, സ്വയംഭൂ മനുവിന്റെ മകളാണ് ദേവഹൂതി. അപ്പൊ ദേവഹൂതിയെ വിവാഹം കഴിപ്പിക്കാനായിട്ട് കർദമ മുനിയെ ആയിട്ട് വിവാഹം കഴിപ്പിക്കാനാണ് എന്താണ് നമ്മുടെ സ്വയംഭൂ മനു തീരുമാനിച്ചത്. അങ്ങനെ കർദമ മുനിയുടെ അടുത്ത് ബ്രഹ്മാവ് പറയും, നീ പോയി വിവാഹം കഴിക്കൂ, വിവാഹം കഴിച്ച് ഒരുപാട് കുട്ടികളെ ഈ ജനപ്പെരുപ്പം ഉണ്ടാക്കൂ ഈ പ്രപഞ്ചത്തിൽ. അങ്ങനെ അദ്ദേഹത്തിനോട് വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞപ്പോ എന്താണ് കർദമ മുനി ആദ്യമേ ചെയ്തത്? അദ്ദേഹം 10,000 വർഷം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ തപശ്ചര്യയിൽ പ്രീതനായിട്ട് നമ്മുടെ ഭഗവാൻ ഗരുഡന്റെ പുറത്തേറി നാരായണൻ ചതുർഭുജനായിട്ട് നാരായണൻ കർദമ മുനിയുടെ മുമ്പിൽ വരികയും അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുക്കുകയും നീ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പ്രാർത്ഥിച്ചതാണ്, എന്റെ അച്ഛൻ എന്നോട് ഇങ്ങനെ നിർദ്ദേശിച്ചു, അത് പ്രകാരം ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് നല്ലൊരു വധുവിനെ ലഭിക്കണമേ എന്ന്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ സംപ്രീതനായിട്ട് നമ്മുടെ ഭഗവാൻ അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുക്കും. അദ്ദേഹത്തോട് പറയും, ആരാണ്? സ്വയംഭൂ മനുവിന്റെ മകളായിട്ടുള്ള ദേവഹൂതിയായിരിക്കും നിനക്ക് അനുയോജ്യമായിട്ടുള്ള വധു. അവൾ ഉടനെ സ്വയംഭൂ മനു ഉടനെ തന്റെ ശതരൂപയുമായിട്ട് ദേവഹൂതിയായിട്ട് വരും. നിങ്ങളുടെ വിവാഹം നടക്കും. കൂടാതെ ഒരു അനുഗ്രഹം കൂടെ കൊടുത്തു. എന്താണ് അത്? എന്താണ് അടുത്തൊരു അനുഗ്രഹം കൊടുത്തത്? ഹരേ കൃഷ്ണ. ഞാൻ തന്നെ മകനായിട്ട് പിറക്കുമെന്ന്. ഹരി ബോൽ. ആരാണത്? സാവിത്രി. മാതാജിയാണ് പറഞ്ഞത്. ഹരിബോൽ. കപില മുനിയായിട്ടല്ലേ? ഞാൻ തന്നെ നിങ്ങൾക്ക് മകനായിട്ട് വരുമെന്ന്. ഇദ്ദേഹം കർദമ മുനിയിൽ ഒരു പ്രത്യേക കർദമ മുനിക്ക് മാത്രം കിട്ടിയ ഒരു എന്താണ്, കർദമ മുനിയുടെ പ്രാർത്ഥനയിൽ അലിഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ട്. ഭഗവാന്റെ കണ്ണിൽ നിന്ന് ആ കണ്ണീർ തുള്ളി വീണിട്ടാണ് ഈ സരോവരത്തിനൊരു പേര് ലഭിച്ചു. എന്താണെന്ന് ഓർമ്മയുണ്ടോ? ബിന്ദു സരോവർ. ബിന്ദു സരോവർ. അങ്ങനെയാണ് ഈ ബിന്ദു സരോവർ ആയത്. അപ്പോ ആ ഒരു മേഴ്സി, ആ ഒരു കാരുണ്യം കർദമ മുനിക്ക് മാത്രം കിട്ടിയതാണ്. അദ്ദേഹത്തിന്റെ തപശ്ചര്യയിൽ അത്രയും പ്രീതനായിട്ടാണ് ഭഗവാന്റെ കണ്ണിൽ നിന്ന് ആ ഒരു കണ്ണീർ തുള്ളി വരുന്നത്. അങ്ങനെ കർദമ മുനി തന്റെ ഭഗവാൻ പറഞ്ഞതുപോലെ സ്വയംഭൂ മനു സതരൂപയും ദേവഹൂതിയെ വിവാഹം കഴിപ്പിക്കാൻ വരികയും അവരെ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചതിന് ശേഷം അദ്ദേഹം കൂടുതലും ഭക്തി സേവനത്തിൽ മുഴുകിയിരിക്കുന്നു. തന്റെ ഭാര്യയെ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ തന്റെ ഭാര്യ എന്താണ്, ശരീരം പോലും നോക്കാതെ തന്റെ ഭർത്താവിനെ സേവിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കുറെ നാൾക്ക് ശേഷമാണ് അദ്ദേഹം തന്റെ ഭാര്യയെ ശ്രദ്ധിക്കുന്നതും. അവൾ ഇത്രയും അധ്വാനിക്കുന്നു എന്ന് കണ്ട്, അവളുടെ രൂപം തന്നെ മാറിപ്പോയത് കണ്ട് അദ്ദേഹത്തിന് അലിവ് തോന്നി. തന്റെ ശക്തികൾ കൊണ്ട് നമ്മുടെ ദേവഹൂതിക്ക് അനുഗ്രഹം കൊടുക്കും. ദേവഹൂതിയോട് ചോദിക്കും, നിനക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും സാധിച്ചു തരാം. അപ്പൊ ദേവഹൂതി പറയും, ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് കുട്ടികൾ വേണമെന്ന് പറയും. അങ്ങനെ നമ്മുടെ കർദമ മുനി എന്താണ്, തന്റെ സിദ്ധികൾ കൊണ്ട് വലിയ പറക്കുന്ന 7 നിലയുള്ള പറക്കുന്ന കൊട്ടാരം തന്നെയാണ് നിർമ്മിച്ച് പിന്നെ ദേവഹൂതിയുടെ അടുത്ത് ബിന്ദു സരോവരത്തിൽ
പോയി മുങ്ങി വരാൻ പറയുന്നു. അങ്ങനെ ധാരാളം തോഴിമാരും രൂപം മാറി സുന്ദരിയായിട്ടുള്ള രൂപത്തിൽ വരികയും അങ്ങനെ ഒരുപാട് നാള് ഇവർ ആസ്വദിക്കുകയും പിന്നീട് ഇവർക്ക് 9 പെൺമക്കൾ ഉണ്ടാവുകയും അങ്ങനെ കൂടാതെ അതിനുശേഷമാണ് നമ്മുടെ കപിലമുനി മകനായിട്ട് വരുന്നത്. അപ്പൊ ഈ 9 പെൺമക്കളെയും ശ്രേഷ്ഠരായിട്ടുള്ള മുനിവര്യന്മാരെ ആയിട്ട് വിവാഹം കഴിപ്പിക്കുന്നു. അതിനുശേഷം കർദമമുനി തന്റെ ഗൃഹസ്ഥ ജീവിതം അവസാനിപ്പിച്ച് മക്കളെല്ലാം വലുതായി. അപ്പം ദേവഹൂതിക്ക് ഇപ്പം കപിലമുനി ഉണ്ട്, മകനുണ്ട്. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ചു അദ്ദേഹം ഭക്തിയുത സേവനത്തിന് വേണ്ടി ധ്യാനിക്കാനായിട്ട് ഗൃഹസ്ഥ ജീവിതം അവസാനിപ്പിച്ചു പോവുകയാണ്. അപ്പോൾ അദ്ദേഹം നേരെ ചെല്ലുന്നത് വിജനമായ ഒരു സ്ഥലത്ത് കപിലൻ ഇരിക്കുന്ന സ്ഥലത്താണ് ചെല്ലുന്നത്. അപ്പൊ കപിലദേവനെ കണ്ടുടനെ അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് നമ്മൾ ഈ കാണുന്നത്. കപിലമുനിയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ്. അപ്പൊ 2 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു അല്ലെ, 28ഉം 29ഉം കണ്ടു. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനദാരുണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയോ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്ലോകം 28. നമോ ഭഗവതേ വാസുദേവായ. ബഹുജന്മ വിഭക്വേന സമ്യക് യോഗസമാധിന ദ്രഷ്ടും യതന്തെ യതയാ ശൂന്യാകാരേഷു യത്പദം. അനേകം ജന്മങ്ങൾക്ക് ശേഷം പക്വമതികളായ യോഗികൾ ഏകാന്ത സ്ഥലങ്ങളിൽ സമ്പൂർണ്ണ യോഗധ്യാനം അനുഷ്ഠിച്ച് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പാദപങ്കജങ്ങൾ ദർശിക്കുവാൻ ഉദ്യമിക്കുന്നു. ശ്ലോകം 29. സ ഏവ ഭഗവാനധ്യാഹേളനം നഗണയജ്ഞ ഗൃഹേഷു ജാതു ഗ്രാമ്യാനാം യസ്വാനാം പക്ഷപോഷണഃ. വിവർത്തനം. നമ്മളെ പോലുള്ള സാധാരണ ഗൃഹസ്ഥരുടെ അവഗണന പരിഗണിക്കാതെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഭക്തന്മാരെ സഹായിക്കുവാൻ നമ്മുടെ ഭവനങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഈ 2 ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ള 4 ശ്ലോകങ്ങൾ കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്वीयं वाक्यमृदं कर्तुम् अवर्तीर्णोऽसि मे गृहे चिकीर्षुर्भगवान् ज्ञानं भक्तानां मानवर्धना. स्वीयं वाक्यमृदं कर्तुम् अवतीर्णोऽसि मे गृहे चिकीर्षुर्भगवान् ज्ञानं भक्तानां मानवर्धनः. स्वीयं वाक्यमृदं कर्तुम् अवतीर्णोऽसि मे गृहे ചികീർഷുർഭഗവാൻ ജ്ഞാനം ഭക്താനാം മാനവർധനഃ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. കർദമ മുനി പറഞ്ഞു, എല്ലായ്പ്പോഴും ഭക്തന്മാരുടെ അഭിമാനം വർദ്ധിപ്പിക്കുന്നവനായ എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങയുടെ വാഗ്ദാനം പാലിക്കുന്നതിനും യഥാർത്ഥ ജ്ഞാനം പ്രചരിപ്പിക്കുന്ന പ്രക്രിയയ്ക്കുമായി എന്റെ ഭവനത്തിൽ അവതരിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു കർദമ മുനിയുടെ മകനായിട്ട്, അദ്ദേഹം ഒരു ഗൃഹസ്ഥനാണ്, ഗൃഹസ്ഥാശ്രമിയായിട്ടും അദ്ദേഹത്തിന്റെ മകനായിട്ട് ഭഗവാൻ അദ്ദേഹത്തിന് മകനായിട്ട് കപിലമുനി ജനിച്ചു. അപ്പോ ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പ്, മകനായിട്ട് അവതരിക്കുന്നതിന് മുമ്പ് ഭഗവാൻ തന്നെ പ്രത്യക്ഷനായിട്ട് അദ്ദേഹം തപശ്ചര്യ ചെയ്തപ്പോൾ പറഞ്ഞു അല്ലെ, നിന്റെ യോഗ സൃഷ്ടികൾ എല്ലാം പൂർണ്ണമാകുന്നതിന് മുമ്പ് ഞാൻ നിന്റെ മകനായിട്ട് ജനിക്കും. അപ്പൊ കർദമ മുനിയുടെ മകനായിട്ട് ജനിക്കുമെന്ന് അദ്ദേഹം നേരത്തെ ഉറപ്പ് കൊടുത്തു. ആ ഉറപ്പ് പ്രകാരം ഇദ്ദേഹത്തിന് മകനായിട്ട് കപിലമുനി ജനിക്കുകയാണ്. അപ്പോ ഇവിടെ വേറൊരു കാര്യം, ഭക്താന മാനവർധന, ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭക്താന മാനവർധന.
എന്ന് പറഞ്ഞാൽ എന്താണ്? തന്റെ ഭക്തന്മാരുടെ മാനവർദ്ധന എന്ന് പറഞ്ഞാൽ ഭക്തന്മാരെ കീർത്തി വർദ്ധിപ്പിക്കുന്നവനാണ് ഭഗവാൻ. തന്റെ ഭക്തന്മാർക്ക് കീർത്തി കിട്ടാൻ ആഗ്രഹിക്കുകയാണ് ഭഗവാൻ. തന്നേക്കാൾ കൂടുതൽ തന്റെ ഭക്തന്മാർക്ക് കീർത്തി കിട്ടട്ടെ. അപ്പോ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ. ഇങ്ങനെ ഭഗവാൻ എപ്പോഴും നമുക്കറിയാം, ഇപ്പം അർജുനനെ കൊണ്ട് എന്തിനാണ് യുദ്ധം ചെയ്യിപ്പിച്ചത്? ഭഗവാൻ വിചാരിച്ച എല്ലാരെയും ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കാം. പക്ഷെ തന്റെ ഭക്തനായിട്ടുള്ള അർജുനന് ആ കീർത്തി കിട്ടണം. ആ മാനവർദ്ധന, ഭക്തന്മാർക്ക് ആ കീർത്തി ലഭിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഭഗവാൻ. അപ്പൊ ഇവിടെ ഈ ജ്ഞാനം ഈ ഭക്തന്മാരുടെ കീർത്തി കൂട്ടുന്നതും ഭഗവാൻ തന്നെയാണ്. ഈ ഭക്തന്മാരുടെ ഉള്ളിൽ ജ്ഞാനം കൊടുക്കുന്നത്, അല്ലെ? നമ്മൾ 10ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം. എന്നെ ദദാമി, ഭഗവാൻ തന്നെ അവർക്ക് എന്നെ സമീപിക്കാനുള്ള ബുദ്ധി ഞാൻ നിനക്ക് നൽകും. അപ്പൊ ഭക്തന്മാർക്ക് ഭഗവാനിലോട്ട് എത്താനുള്ള ബുദ്ധി കൊടുക്കുന്നതും ഭഗവാൻ തന്നെ. ഭക്തന്മാരെ എന്താണ് അവരുടെ കീർത്തി വർദ്ധിപ്പിക്കുന്നതും അത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഈ ഭഗവാനാണ് സാഖ്യ ഫിലോസഫി, സാഖ്യ എല്ലാരിലും ഫിലോസഫി കൊടുത്തതും. അങ്ങനെ ആ ഫിലോസഫി എന്ന് പറഞ്ഞാൽ, സാഖ്യ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഒന്നും മാനസിക ഊഹാപോഹങ്ങളിലാൽ ഉണ്ടായ ഒരു ഫിലോസഫി അല്ല. അത് ഭക്തിയുത സേവനത്തെ കുറിച്ച് തന്നെയാണ് കപിലമുനി. ഇപ്പൊ 2 കപിലനുണ്ട്, നമ്മൾ തെറ്റിദ്ധരിക്കല്ലേ. ഇത് ഭഗവാൻ തന്നെ കപിലനായിട്ട് അവതരിച്ചത്. ആ ഭഗവാൻ കപിലനായിട്ട് വന്ന് നമുക്ക് പറഞ്ഞു തരുന്ന സാഖ്യ സിദ്ധാന്തം എന്ന് പറയുന്നത് അത് ഭക്തിയുത സേവനമാണ്. വേറൊരു സാഖ്യ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടുള്ള ഊഹാപോഹങ്ങളിലുള്ള സാഖ്യ ഫിലോസഫിയാണ്. അത് ഭൗതികമായിട്ടുള്ള രീതിയിലാണ്. പക്ഷെ ഭക്തിയുത സേവനത്തെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത പ്രാർത്ഥനയിൽ ദേവഹൂതിക്ക് കപിലമുനി സാഖ്യ സിദ്ധാന്തം ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സാഖ്യ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഊഹാപോഹങ്ങൾ ഒന്നുമല്ല, അത് ഭക്തിയുത സേവനമാണ്. അപ്പൊ ഈ ഭക്തിയുത സേവനത്തിൽ കൂടിയാണ് ഭക്തന്മാർ ഭഗവാനെ മനസ്സിലാക്കുന്നത്. ഭക്തന്മാര് കൂടുതൽ സമയം എന്താണ്? ഭഗവാന്റെ സേവനത്തിൽ മുഴുകിയിരിക്കുകയാണ്. എന്നാൽ ഈ ഭൗതിക ലോകത്തുള്ള ആൾക്കാർ എന്താണ്? എല്ലാം അന്വേഷിക്കുകയാണ്. ഇപ്പൊ സയന്റിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഭൗതിക ലോകത്തുള്ള ഭൗതിക വസ്തുക്കളിൽ ഓരോ കണ്ടുപിടുത്തം നടത്തുകയാണ്. അവർ ഒരുപാട് ജ്ഞാനം ആർജിക്കുന്നു, അവരുടെ ബുദ്ധി ഒരുപാട് ഉപയോഗിക്കുന്നു. അതൊക്കെ ഭൗതിക വസ്തുക്കളിലാണ്. എന്നാൽ ഭക്തന്മാർക്ക് ഇതിന്റെ ആവശ്യമില്ല. അവര് വെറുതെ ഈ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയുകയില്ല. അവർ ഈ ഭൗതിക വസ്തുക്കളെ അനലൈസ് ചെയ്യാനായിട്ട് സമയം കളയാതെ ആ സമയമെല്ലാം അവരെന്ത് ചെയ്യും? ഭഗവാന്റെ വിഗ്രഹത്തെ ആരാധിക്കാനും നാമം ജപിക്കാനും ഭക്തിയുത സേവനം ചെയ്യാനുമാണ് ഭഗവാന്റെ ഭക്തന്മാർ ചെയ്യുന്നത്. അപ്പോ സാധാരണ ഭൗതികതയിലുള്ള വ്യക്തികൾക്ക് ഒരു ധാരണയുണ്ട്, ഈ ഭക്തരായിട്ടിരിക്കുന്നവർ അവർക്ക് ചുമ്മാ നാമം ജപിക്കാനും ഇങ്ങനെ വിഗ്രഹം ആരാധിക്കാനും ഒക്കെ അറിയും, അവർക്കൊരു ജ്ഞാനമില്ല എന്ന് കരുതുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ചും ബ്രഹ്മവാദികൾ ശങ്കരാചാര്യ ഫിലോസഫി വന്നതിന് ശേഷം ഈ മായാവാദികൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഈ ഭക്തന്മാരെന്ന് പറയുന്നവർ അവര് സെന്റിമെന്റ് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്, അവർക്ക് ജ്ഞാനം ഒന്നുമില്ല എന്ന് കരുതുന്നുണ്ട്. പക്ഷെ എന്താണ് ജ്ഞാനം? അത് ഭഗവാനെ സേവിക്കുമ്പോൾ ഭഗവാൻ ആ ജ്ഞാനം ഭക്തന്മാർക്ക് കൊടുക്കും. ഈ പറയുന്നവരെക്കാൾ എത്ര ഉയർന്ന സ്ഥാനമാണ് ഭക്തന്മാർക്ക്, അത് അവർക്ക് മനസ്സിലാവുന്നില്ല. ഭക്തിയുടെ പാതയിൽ നമ്മൾ ഉയരുമ്പോൾ അതാണ് ദദാമി ബുദ്ധിയോഗം തം. ഞാൻ തന്നെ എന്നെ സമീപിക്കാനുള്ള ബുദ്ധി അവന് കൊടുക്കും. നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മൾ ശുദ്ധനാമമാണ് ജപിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ജ്ഞാനമെല്ലാം നമ്മളുടെ ഉള്ളിൽ ആവിർഭവിക്കും. അതാണ് ആത്മീയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, ആത്മീയ ജ്ഞാനം എന്ന് പറയുന്നത്. നമുക്കിപ്പോ സ്കൂളിൽ പോയിട്ട് ടീച്ചറിനെ കുറെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞ് ടീച്ചർ പറയുന്ന പോലെ എല്ലാം ചെയ്തു, നല്ല കുട്ടിയാണ്, നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. പക്ഷെ ടീച്ചറിന്റെ ഉള്ളിലുള്ള ആ അറിവ് നമ്മൾ ടീച്ചറിനെ സേവിച്ചത് കൊണ്ട് നമുക്ക് കിട്ടുമോ? ഇല്ല. പക്ഷെ ഭഗവാനെ സേവിച്ചാൽ ഭഗവാനെ അറിയാനുള്ള ആ ജ്ഞാനം ഭഗവാൻ തന്നെ നമ്മളുടെ ഉള്ളിൽ ആവിർഭവിക്കും. അത് നമ്മൾ നല്ല ഉയർന്ന ഭക്തിയിൽ വരുമ്പോഴാണ് നമുക്ക് ആ ജ്ഞാനം എല്ലാം അവന്റെ ഉള്ളിൽ ആവിർഭവിക്കും. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ആ ജ്ഞാനം നമുക്ക് തന്നെ വരും. പക്ഷെ നമ്മളൊന്നും ആ ലെവലിലല്ല. നമ്മൾ ഭക്തിയിലൊക്കെ
വളരെ താഴെ നമ്മള് എല്ലാരും കനിഷ്ഠാധികാരികളാണ്. അപ്പൊ ആ താഴെ ലെവലിൽ ഇരിക്കുമ്പോ ഞാൻ നാമം ജപിച്ചാൽ മതി, എനിക്ക് ആ ജ്ഞാനം തന്നെ വരുമെന്ന് പറഞ്ഞാൽ നമ്മളെ ജപിക്കുന്ന നാമം എന്ത് നാമമാണ്? ശുദ്ധനാമമാണോ? മൊത്തം അപരാധങ്ങൾ നിറഞ്ഞ നാമാഭാസ് എന്താ നാമ അപരാധത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപരാധത്തോടു കൂടിയാണ് നാമം ജപിക്കുന്നത്. അങ്ങനെ നാമം ജപിച്ചാൽ ഈ ജ്ഞാനമൊന്നും നമുക്ക് കിട്ടില്ല. ശുദ്ധനാമം, അപരാധങ്ങളൊന്നും ഇല്ലാത്ത ശുദ്ധനാമം ജപിക്കുമ്പോഴാണ് ഈ ജ്ഞാനം നമ്മളുടെ ഉള്ളിൽ വരുന്നത്. അപ്പൊ ആ ഒരു ലെവലിൽ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നത്. ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വിശ്വാസം, ഭഗവാനിലുള്ള വിശ്വാസം ഉറയ്ക്കും. നമുക്ക് അങ്ങനെ ഭഗവാന്റെ ജ്ഞാനം, കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ശാസ്ത്രത്തിലൂടെ പഠിക്കും. അപ്പോ ഇവിടെ നമ്മള് ഭക്തന്മാരുടെ കീർത്തി വർദ്ധിപ്പിക്കുന്നതാണ് ഭഗവാൻ. അപ്പൊ ആ ഭക്തന്മാർക്ക് ജ്ഞാനം ഇല്ലാത്തവരാണോ? ഒരിക്കലുമല്ല. ഈ ജ്ഞാനികളെക്കാളും എത്രയോ ഉയർന്നതാണ് ഭക്തന്മാർ. ഈ ജ്ഞാനികളൊക്കെ ചിന്തിക്കുന്നത് ആത്മാവ് വേറെ, ഭൗതിക വസ്തു, അതൊക്കെ ശരിയാണ്. പക്ഷെ അവർ ഈ വിഗ്രഹത്തെയും വെറും ഒരു ഭൗതിക വസ്തുവായിട്ടാണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് ഭഗവാന്റെ നാമം, രൂപം, ലീലകൾ അതെല്ലാം ഭൗതികമാണ്. പക്ഷെ ഭക്തന്മാർക്കറിയാം ഭഗവാൻ ഇവിടെ അവതരിക്കുമ്പോൾ ആ ഭഗവാന്റെ രൂപം ഭൗതിക രൂപമല്ല, നമ്മളെപ്പോലെ മനുഷ്യനല്ല. ശ്രീരാമ അവതാരം എടുക്കുന്നത് ശ്രീരാമൻ മനുഷ്യനായിട്ട് കാണരുത്, അദ്ദേഹം ഭഗവാൻ തന്നെയാണ്. കൃഷ്ണനായിട്ട് ഇവിടെ ലീലകൾ ആടിയത് ഒരു മനുഷ്യനായിട്ട് കാണരുത്, അത് ഭഗവാന്റെ അതേ അതീന്ദ്രിയ രൂപത്തിലാണ് ഭഗവാൻ വന്നത്, നമ്മളെപ്പോലത്തെ രൂപത്തിലല്ല. നമ്മളൊക്കെ ഇവിടെ രൂപമെടുക്കുന്നത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെയും നമ്മളുടെ ആഗ്രഹത്തിന്റെയും എല്ലാ ഫലം അനുസരിച്ച് ഭൗതിക പ്രകൃതി നമുക്കൊരു ശരീരം തരുന്നതാണ്. പക്ഷെ ഭഗവാൻ അങ്ങനെ ശരീരം കൊടുക്കുന്നതാണോ? ഏത് അമ്മയ്ക്കും അച്ഛനും നമ്മൾ ജനിക്കണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ചെയ്ത കർമ്മഫലം അനുസരിച്ച് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ ഭഗവാൻ ജനിക്കുന്ന അങ്ങനെയാണോ? ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണോ ഭഗവാൻ? എങ്ങനെയാണ്? അല്ല, ആ ഭഗവാൻ സ്വന്തം ഭഗവാന് തീരുമാനിക്കാം ഞാൻ എവിടെ ജനിക്കണം, ഞാൻ ഏത് രൂപത്തിൽ വരണം. ഇതെല്ലാം അതീന്ദ്രിയമാണ്. ഭഗവാൻ ഇവിടെ ചെയ്യുന്ന എല്ലാ ലീലകളും അത് അതീന്ദ്രിയമാണ്. ഈ കാര്യം ഭക്തന്മാർക്കേ അറിയത്തുള്ളൂ. മറ്റേ ജ്ഞാനികൾക്കും മായാവാദികൾ അവരൊക്കെ ചിന്തിക്കുന്ന എന്താണ്? പരമസത്യം എന്ന് പറയുന്ന ബ്രഹ്മമാണ്. എല്ലാം ബ്രഹ്മം, എല്ലാരും ബ്രഹ്മത്തിൽ ലയിക്കും. ആ ബ്രഹ്മം ഒരു രൂപം, ഭൗതിക രൂപം എടുത്ത് കൃഷ്ണനും രാമനുമായി വന്നു, അങ്ങനാണ് അവര് പറയുന്നത്. ശരിക്കും അങ്ങനെ അല്ല. അത് ഭക്തന്മാർക്കേ അറിയുകയുള്ളൂ. എന്താണ്? ഭഗവാൻ അതേ അതീന്ദ്രിയ രൂപത്തിൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഭഗവാന്റെ ഒരിക്കലും ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിലല്ല. ഭൗതിക പ്രകൃതിയെ നിയന്ത്രിക്കുന്നവനാണ് ഭഗവാൻ. ഈ ഭൗതിക ത്രിഗുണങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? അത് മയാധ്യക്ഷേന പ്രകൃതി, എല്ലാരും എന്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ഈ ജ്ഞാനം അറിയുന്നവൻ, അത്രയും ഉയർന്ന ജ്ഞാനമുള്ളവനാണ് ഭക്തന്മാർ. അല്ലാതെ ഭക്തന്മാർ ഒരു ജ്ഞാനവും ഇല്ലാത്തവരല്ല. ഭക്തന്മാർക്ക് ഭഗവാനിലും ഭഗവാന്റെ ശാസ്ത്രങ്ങളിലും എല്ലാം വിശ്വാസമുണ്ട്. പക്ഷേ ഈ ഊഹാപോഹങ്ങളുള്ളവർക്ക്, തത്വചിന്തകരായിട്ടുള്ളവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. അവര് 24 ഭൗതിക ഘടകങ്ങൾ മാത്രം പഠിക്കുന്നു. മനസ്സ് എന്താണ്, ബുദ്ധി എന്താണ്, ഈ എന്താണ് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, അങ്ങനെ പല പല 24 ഘടകങ്ങൾ നമ്മൾ ഭഗവത്ഗീതയിൽ കാണുന്നുണ്ടല്ലേ. ആ ഘടകങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. അതിനപ്പുറമുള്ള ആത്മീയ ലോകവും അവിടെ ഭഗവാൻ ലീലകൾ ഉണ്ടെന്നും അവിടെ ഒരുപാട് ഭക്തന്മാരുണ്ടെന്നും ഇതിനെക്കുറിച്ച് ഒന്നും അവർക്കറിയില്ല. ഇവര് അവരെക്കാളും ഒരുപാട് ഉയർന്നതാണ് ഭക്തന്മാർ. മായാവാദികൾ ചിന്തിക്കുന്ന എന്താണ്? ഇപ്പൊ ഗുരുവിന്റെ കാര്യം എടുത്താലും നമ്മളെല്ലാരും ഗുരു എന്തു പറയുന്നോ ഗുരുവിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ, ഇപ്പം നമ്മുടെ പ്രഭുപാദർ, അദ്ദേഹം തന്റെ ഗുരുവായ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ നിർദ്ദേശങ്ങൾ മനസ്സാ വരിച്ചുകൊണ്ട് 40 വർഷത്തിന് ശേഷം അദ്ദേഹം തന്റെ 79ാമത്തെ വയസ്സിൽ അമേരിക്കയിൽ പോയി. ഒരേ ഒരു ശക്തിയാണ് അദ്ദേഹത്തെ അങ്ങോട്ട് പ്രേരിപ്പിച്ചത്. എന്താണ്? തന്റെ ഗുരുവിന്റെ വചനം, ഗുരുവിന്റെ നിർദ്ദേശം. പക്ഷെ മായാവാദ ഫിലോസഫി അനുസരിച്ച് ഗുരുവിനേക്കാൾ ഉയരുന്നവനാണ് ഏറ്റവും വലിയവൻ. ഗുരുവിനെ ആരാണോ തോൽപ്പിക്കുന്നവൻ അവനാണ് ഉയർന്നവൻ. അങ്ങനെ നമുക്ക് ഉയരാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നവരാണ് അവർ. പക്ഷെ നമ്മൾ ഗുരുവിനെ എന്ന് നമ്മൾ നിഷേധിക്കുന്നു, അന്ന് നമ്മുടെ വീഴ്ച തുടങ്ങി. ഗുരുവിനെ നിഷേധിച്ച് നമുക്ക് ഒരിക്കലും ഭഗവാനിലെത്താൻ സാധിക്കില്ല. നമ്മളെല്ലാം അപരാധികളാവും, വൈഷ്ണവ അപരാധികളാവും.
അങ്ങനെയുള്ളവരെ ഗുരു ക്ഷമിച്ചാൽ പോലും ഭഗവാൻ ക്ഷമിക്കുകയില്ല. തന്റെ ഭക്തനെ നിഷേധിച്ചവനെ ഭഗവാൻ ക്ഷമിക്കില്ല. പക്ഷെ മായാവാദികൾ നേരെ തിരിച്ചാണ്. അവരെ സംബന്ധിച്ച് എല്ലാരെക്കാളും ഉയർന്നു നിൽക്കുന്നവൻ അവനാണ്. എന്താണ് അവരെ സംബന്ധിച്ച് ദൈവത്തിന്റെ കീഴിൽ നിൽക്കാൻ പോലും അവർക്ക് പറ്റില്ല. ഞാനും ദൈവമാകും, ഞാനും ദൈവമാണ്, ഞാനും ബ്രഹ്മം, നീയും ബ്രഹ്മം, നമ്മളെല്ലാരും ബ്രഹ്മം, നമ്മളെല്ലാരും ഒന്നാണ്. പക്ഷെ നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? ഭക്തന്മാരെന്താണ് മനസ്സിലാക്കിയത്? നമ്മളെല്ലാം ആരാണ്? ഭഗവാന്റെ ദാസന്മാര് സേവകന്മാര് ജീവേരെ സ്വരൂപാഹോയ് കൃഷ്ണേരെ നിത്യദാസ്. കൃഷ്ണൻ നമ്മൾ ഓരോ ജീവജാലങ്ങളും ഭഗവാന്റെ നിത്യദാസന്മാരാണ്. അത് ഭക്തന്മാര് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ ഇവരെക്കാളും ഒക്കെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട, ഭഗവാന്റെ ഹൃദയം കവർന്നവരാണ് ഭക്തന്മാർ. മറ്റുള്ളവരെല്ലാം അവരുടേതായിട്ടുള്ള തത്വചിന്തയിൽ മുഴുകി ഒരിക്കലും ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കില്ല. നമുക്ക് 31ാമത്തെ ശ്ലോകം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. താന്യേവ ദേവി രൂപാണി രൂപാണി ഭഗവസ്തവ യാനി യാനി ച രോചന്തെ സ്വജനാനാമരൂപിണഃ. താന്യേവ തേഭി രൂപാണി രൂപാണി ഭഗവാംസ്തവ. യാനി യാനി ച രോചന്തെ സ്വജനാനാമരൂപിണഃ. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങേക്ക് ഭൗതികമായ രൂപങ്ങൾ ഒന്നുമില്ലെങ്കിലും അങ്ങയുടേതായ എണ്ണമറ്റ സ്വന്തം രൂപങ്ങളുണ്ട്. ഭക്തന്മാർക്ക് സന്തോഷപ്രദങ്ങളായ അങ്ങയുടെ ശരിയായ അതീന്ദ്രിയ രൂപങ്ങളാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ഭഗവാന്റെ രൂപം എങ്ങനെയല്ല എന്നാണ് കർദമമുനി പറയുന്നത്. അങ്ങേക്ക് ഭൗതികമായ രൂപങ്ങൾ ഒന്നുമില്ല, എന്നാൽ അങ്ങേക്ക് എണ്ണമറ്റ രൂപങ്ങളുണ്ട്. ഭഗവാന്റെ രൂപം എണ്ണമറ്റ രൂപം. ഏതെല്ലാം രീതിയിൽ ഭഗവാൻ വരുന്നു? രാമനായി, കൃഷ്ണനായി, അല്ലെ, നരസിംഹം, വരാഹം, നാരായണൻ. കൃഷ്ണനായിട്ട് മാത്രമല്ല, കൃഷ്ണനാണ് എല്ലാ കാരണങ്ങൾക്കും കാരണഭൂതനായിട്ടുള്ളത്. ഭഗവാൻ കൃഷ്ണനാണ്. അദ്ദേഹമാണ് ഒറിജിനൽ ആയിട്ടുള്ള രൂപം. ഭഗവാന്റെ ഒറിജിനൽ രൂപം കൃഷ്ണനാണ്. എന്നാൽ അദ്ദേഹത്തിന് ആ രൂപം മാത്രമല്ല, അനേക രൂപങ്ങളുണ്ട്. അദ്ദേഹം രാമനായും നരസിംഹമായും വരാഹമായും നാരായണനുമായിട്ടും ഒക്കെ അദ്ദേഹം ഭക്തന്മാർക്ക് സന്തോഷപ്രദമായ ശരിയായ അതീന്ദ്രിയ രൂപങ്ങളാണ്. അപ്പൊ ഈ രൂപങ്ങളും അതീന്ദ്രിയമാണ്. ഒന്നും ഇന്ദ്രിയങ്ങൾക്ക് അല്ലാതെ ത്രിഗുണങ്ങൾ ബാധിക്കുന്ന രൂപങ്ങളല്ല. ഭഗവാൻ ഏത് രൂപം എടുത്താലും അതെല്ലാം അതീന്ദ്രിയ രൂപമാണ്. അപ്പൊ ബ്രഹ്മസംഹിതയിൽ പറയുന്നു, അദ്വൈതം അച്യുതം അനാദിം അനന്ത രൂപം. ഭഗവാൻ അനന്ത രൂപങ്ങളുണ്ട്. ഭഗവാനാണ് യഥാർത്ഥ രൂപം. യഥാർത്ഥ രൂപം എന്താണ്? ഭഗവാന്റെ കുടക്കുഴലേന്തി ഇരുകൈകളുള്ള, തലയിൽ മയിൽപീലി ചൂടിയ കാർവർണ്ണനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനാണ് യഥാർത്ഥ രൂപം. എന്നാൽ അദ്ദേഹത്തിന് ആ രൂപം മാത്രമല്ല, അനന്തമായിട്ടുള്ള രൂപങ്ങളുണ്ട്. അത് ഓരോ ഭക്തന്മാരുടെ രുചി അനുസരിച്ച് അദ്ദേഹം ആ ഓരോ രൂപത്തിലും വരികയാണ്. ഹനുമാന് കൃഷ്ണനെ ആരിലാണ് ആകർഷണം? കൃഷ്ണനും രാമനും വന്ന് നിന്നാൽ ഒറിജിനൽ ആയിട്ടുള്ള രൂപം കൃഷ്ണന്റെയാണ്. അദ്ദേഹത്തിൽ നിന്നാണ് രാമന്റെ രൂപമെല്ലാം വരുന്നത്. അപ്പൊ രാമനും കൃഷ്ണനും വന്നാൽ ഹനുമാൻ ഏത് രൂപത്തിലാണ് ആകർഷണമുള്ളത്? രാമന്റെ രൂപത്തിൽ. രാമൻ ഇതിനെ കഴിഞ്ഞേ എന്തുള്ളൂ. അപ്പോ ഒരിക്കൽ ഹനുമാൻ പറയും, എന്താണ്, രാമന്റെ ഏറ്റവും വലിയ ഭക്തനാണ് ഹനുമാൻ. ഹനുമാൻ പറയും, എനിക്കറിയാം നാരായണനും അങ്ങും ലക്ഷ്മി ദേവി, സീത എല്ലാരും ഒന്ന് തന്നെയാണ്. പക്ഷേ ഇവര് തമ്മിൽ വ്യത്യാസം ഒന്നും ഇല്ലാന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് രാമന്റെ രൂപത്തിലാണ് ഒരുപാട് ആകർഷണമുള്ളത് എന്ന് ഹനുമാൻ പറയും. അപ്പൊ ഭക്തന്മാര് ഓരോരുത്തർക്കും ഓരോ രുചിയായിരിക്കും, ഓരോ ടേസ്റ്റ് ആയിരിക്കും, ഓരോ രീതിയിൽ, ഓരോ രസത്തിലാണ് ഭഗവാനെ ആരാധിക്കാൻ ഇഷ്ടം. അപ്പൊ അവരുടെ സന്തോഷത്തിനായിട്ട് ഭഗവാൻ ഓരോ രൂപം എടുക്കുകയാണ്. അപ്പോ ആ രൂപത്തിൽ അപ്പോ ചില ഭക്തന്മാർക്ക് എന്താണ്, ഭഗവാന്റെ അതേ ഒറിജിനൽ ആയിട്ടുള്ള ഭഗവാന്റെ രൂപത്തിൽ ആരാധിക്കാനാണ് ചില ഭക്തന്മാർ ആഗ്രഹിക്കുന്നത്. അപ്പോ അദ്ദേഹം ഒരുപാട് രൂപങ്ങളിൽ വരുന്നുണ്ട്. ഈ രൂപങ്ങളൊന്നും എന്തല്ല, ഒന്നും ഭൗതിക രൂപമല്ല. അപ്പോ ഇവിടെ മായാവാദികൾ ചിലപ്പോ പറയും, അരൂപിയാണ് ഭഗവാൻ. ഭഗവാൻ അരൂപി. ഈ ഒരു ശ്ലോകത്തിൽ
സ്വജനാം അരൂപിന. സ്വജനാം അരൂപിന. ഈ വാക്ക് കാണുമ്പോ മായാവാദികൾ എന്ത് ചിന്തിക്കും? അരൂപിന. അരൂപി എന്ന് പറഞ്ഞ മലയാളം വാക്ക് വെച്ച അർത്ഥം എന്താണ്? അരൂപി എന്ന് പറഞ്ഞാൽ എന്താ? രൂപമില്ലാത്തവൻ. രൂപമില്ലാത്തവൻ. ഈ വാക്കി കയറി പിടിക്കും. ഭഗവാന് രൂപമില്ല, കണ്ടോ ഈ ശ്ലോകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? പക്ഷെ അങ്ങനാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. ഏത് രൂപമില്ല? ഭൗതികമായിട്ടുള്ള രൂപമില്ല. പക്ഷെ അദ്ദേഹത്തിന് ആത്മീയമായ രൂപം ഉണ്ട്. ഇത് ശ്രീധരസ്വാമി ഇതിന് കമന്ററി എഴുതിയിട്ടുണ്ട്. ഓരോ ശ്രീമദ് ഭാഗവതത്തിന് കമന്ററി എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയും അരൂപിന എന്ന് പറഞ്ഞാൽ രൂപമില്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു രൂപവും ഇല്ലാത്ത അവസ്ഥയല്ല, ഭൗതിക രൂപമില്ല. പക്ഷെ അദ്ദേഹത്തിന് ആത്മീയ രൂപമുണ്ട്, അതീന്ദ്രിയ രൂപമുണ്ട്. അപ്പോ ഭഗവാന് ഒരുപാട് രൂപങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങേക്ക് എണ്ണമറ്റ സ്വന്തം രൂപങ്ങളുണ്ട്. ദേവി രൂപാണി. അപ്പൊ അദ്ദേഹത്തിന് അനേക രൂപങ്ങളുണ്ട്. യാനി ച രോചന്തേ സ്വജന നാമരൂപിണ. എന്നാൽ അതൊന്നും എന്ത് രൂപമല്ല? അതൊന്നും ഭൗതികമായിട്ടുള്ള രൂപങ്ങളല്ല. എല്ലാം അതീന്ദ്രിയ രൂപങ്ങളാണവ, ആത്മീയ രൂപങ്ങളാണ്. ഇവിടെ മായാവാദി അവർക്ക് മനസ്സിലാവില്ല ഭഗവാൻ ഇങ്ങനെ രൂപമുണ്ട്, അതീന്ദ്രിയമായ രൂപമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരെ സംബന്ധിച്ച് നമ്മളെല്ലാം ബ്രഹ്മമാണ്, നമ്മളെല്ലാരും ബ്രഹ്മത്തിൽ അലിയേണ്ടത്. ഇതൊന്നും നമുക്ക് മായാവാദികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. അവരിതിന് വേറെന്തെങ്കിലുമൊക്കെ റീസൺ പറയും. കാരണം അവരെ ചിന്തയില് ഒരു ദാസനാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ താന്നു കൊടുക്കാനുള്ള മനസ്ഥിതി ഇല്ല. അവരെ സംബന്ധിച്ച് നമ്മളെല്ലാം ദൈവമാകുന്ന ആൾക്കാരാണ് എന്നാണ്. പക്ഷെ നമുക്കൊരിക്കലും ദൈവമാകാൻ പറ്റില്ല. ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തെക്കാൾ ഉയർന്നതും അദ്ദേഹത്തിന് തുല്യമായിട്ടും ആരും തന്നെയില്ല. അത് ഭഗവാൻ കൃഷ്ണനാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരിക്കലും ദൈവമാകാൻ സാധിക്കില്ല. നമ്മൾ ദൈവമല്ല, നമ്മൾ ദൈവത്തിന്റെ ദാസനാണ് എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് അങ്ങനെ എനിക്ക് ദാസനാവാനോ അങ്ങനെ താഴ്ന്ന ലെവലിൽ ചിന്തിക്കാൻ അവരെ ഈഗോ സമ്മതിക്കുന്നില്ല. അപ്പോ ഇവിടെ പല രൂപത്തിൽ ഭഗവാൻ വരുന്നുണ്ട് എന്ന് നമുക്ക് ഈ ശ്ലോകത്തിൽ കൂടെ കർദമമുനി നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഈ മായാവാദികൾ ഇത്രയും ഇത് വരാനുള്ള കാരണം എന്താണ്? ശങ്കരാചാര്യ ഫിലോസഫി കാരണമാണ്. അപ്പൊ ശങ്കരാചാര്യരുടെ ആ സ്കൂളില് ആ ചിന്താഗതിയിൽ വരുന്ന ഒരാളാണ് ശ്രീധരസ്വാമി. പക്ഷെ ആ ശ്രീധരസ്വാമി ഭാഗവതത്തിന് കമന്ററി എഴുതി. ആ ഭാഗവതം കമന്ററി എഴുതിയത് ശ്രീധരസ്വാമിയാണ്. ശങ്കരാചാര്യർ എഴുതിയിട്ടില്ല. എല്ലാ വേദാന്ത സ്കൂളിലും വേദാന്തത്തിലും വേദ ചിന്തകളുള്ള എല്ലാ സംഘടനകളിലും ശ്രീധരസ്വാമികൾ വളരെ ഫേമസ് ആണ്. എന്നാൽ ഈ ശ്രീധരസ്വാമികൾ ശ്രീമദ് ഭാഗവതത്തിന് കമന്ററി എഴുതിയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഭഗവാന് രൂപമുണ്ട്, അത് ഭൗതിക രൂപമല്ല, അതീന്ദ്രിയമായിട്ടുള്ള രൂപമാണ്. വൈകുണ്ഠമുണ്ട്, വൈകുണ്ഠത്തിൽ ഭക്തന്മാരുണ്ട്, അതെല്ലാം സത്യമാണ് എന്ന് ശ്രീധരസ്വാമികൾ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ ശ്രീധരസ്വാമികൾ തന്നെ പറഞ്ഞു ശങ്കരാചാര്യർ ഒരിക്കലും ശ്രീമദ് ഭാഗവതം തൊട്ടിട്ടില്ല. കാരണം ആരാണ് ശങ്കരാചാര്യർ? ശിവൻ, മഹാദേവൻ. മഹാദേവനാണ്, ശിവനാണ് ശങ്കരാചാര്യരായിട്ട് അവതരിച്ചത്. അദ്ദേഹത്തിന്റെ അവതാരത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഉദ്ദേശം? ഒരു വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം അവതരിച്ചത്. ബുദ്ധന്റെ ഇത് വന്നിട്ടല്ലേ അല്ല യാഗങ്ങൾക്കൊക്കെ കൂടുതൽ ബലി ചോദിച്ചിരുന്നു. അത് ഭക്ഷിച്ചിരുന്നു മാംസം. അത് നിർത്താൻ വേണ്ടി ആര് വന്നു? മാംസമൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോ അത് നിർത്തിയത് ബുദ്ധനെ അവതരിച്ചു. അതെ. അപ്പോ ഈ വേദശാസ്ത്രങ്ങൾ കലിയുഗമൊക്കെ തുടങ്ങി കുറെ ആയപ്പോ ഈ വേദശാസ്ത്രങ്ങളിലൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് ആൾക്കാരെല്ലാരും ബ്രാഹ്മണർ വരെ ബലി കഴിപ്പിച്ച് മാംസം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ മാംസം കഴിക്കുന്നത് കൂടിയപ്പോൾ അത് നിർത്താനായിട്ടാണ് ഭഗവാൻ ബുദ്ധനായിട്ട് അവതരിക്കുന്നത്. ബുദ്ധനായി അവതരിച്ചതിന്റെ ഉദ്ദേശം ഈ അനിമൽ സാക്രിഫൈസ്, ഈ ബലി കഴിപ്പിക്കുന്നത് നിർത്താൻ വേണ്ടിയാണ്. അപ്പൊ അദ്ദേഹം എന്താണ്, വേദങ്ങൾ നോക്കിയല്ലേ ഇവരിത് പറയുന്നത്. അപ്പൊ അദ്ദേഹം വേദങ്ങളെ എല്ലാം ഉപേക്ഷിച്ചു. വേദങ്ങളൊന്നും ആരും വേദം നോക്കണ്ട,
അങ്ങനെ ബുദ്ധിസം സ്പ്രെഡ് ചെയ്തു. അപ്പൊ ഈ അശോക ചക്രവർത്തി വന്നതിന് ശേഷം ബുദ്ധിസം അങ്ങ് ഒരുപാട് സ്പ്രെഡായി. അപ്പൊ ബുദ്ധിസത്തില് അവർക്ക് വേദമില്ല, വേദശാസ്ത്രങ്ങൾ പഠിക്കില്ല. അവരെ സംബന്ധിച്ച് എല്ലാം ഭൗതിക വസ്തുക്കൾ. അവരൊരു ഭൗതികവാദികളായിരുന്നു സത്യം പറഞ്ഞാൽ. ഭൗതികവാദികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മാന്യമായിട്ട് ആരെയും ഒന്നും ദ്രോഹിക്കാതെ എല്ലാവരെയും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഭൗതികവാദികളാണ്. അവരെ സംബന്ധിച്ച് ശൂന്യവാദമാണ്. എന്താണ് നമ്മളെല്ലാം ഒന്നുമില്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാതായി മാറും, ശൂന്യവാദിയായി മാറും. അപ്പൊ ഈ ബുദ്ധിസം വന്ന് വേദങ്ങളെല്ലാം ഉപേക്ഷിച്ചപ്പോൾ ആൾക്കാർക്ക് ആത്മീയ ജ്ഞാനമൊന്നും ലഭിക്കുന്നില്ല. അവർക്ക് ഇങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ നിന്നും മുക്തി ലഭിക്കാനുള്ള ഒരു വകയുമില്ല. അതുകൊണ്ട് മഹാദേവൻ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഈ വേദങ്ങളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ശങ്കരാചാര്യരായിട്ട് അവതരിക്കുന്നത്. അപ്പൊ ശങ്കരാചാര്യർക്ക് ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, എന്താണ്? വേദങ്ങളെ പുനഃസ്ഥാപിക്കുക. അപ്പൊ ഈ ബുദ്ധിസത്തിനെ ഒന്ന് നിർത്തുക. അങ്ങനെ അദ്ദേഹം വന്ന് വേദങ്ങളെ പുനഃസ്ഥാപിച്ചു. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഭഗവാനുണ്ട്, ഭഗവാനിലേക്ക് പോകണം എന്നൊന്നും പറഞ്ഞാൽ വേദങ്ങളെ ഉപേക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒന്നും തൊടാതെ ഒരു അവ്യക്തിഗത വാദത്തെ പറഞ്ഞങ്ങ് നിർത്തി. പക്ഷേ അദ്ദേഹത്തിന് തന്റെ ലീലകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ശങ്കരാചാര്യർ എന്താണ് പറഞ്ഞത്? ഭഗവത്ഗീതയെ കുറിച്ച് പറഞ്ഞു. ഭഗവത്ഗീതാ മഹാത്മ്യത്തിൽ പറയുന്നു, ഏകോ ശാസ്ത്രം ദേവകീ പുത്ര ഗീതം, ഏകോ ദേവോ ദേവകീ പുത്രയേവ, ഏകോ മന്ത്ര തസ്യ നാമാനിയാനി, കർമാഭിയേകം തസ്യ ദേവസ്യ സേവ. ഒരേ ഒരു ശാസ്ത്രമേ ഉള്ളൂ, അത് ദേവകീ പുത്രന്റെ ഗീതമാണ്. ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് ദേവകീ പുത്രനായിട്ടുള്ള കൃഷ്ണനാണ്. കൂടാതെ അദ്ദേഹം ഭജഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ, മൂഢന്മാരെ ഭഗവാനെ ഗോവിന്ദനെ ഭജിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോ അദ്ദേഹം ഈ ശ്രീധര സ്വാമികൾ തന്നെ പറഞ്ഞു, ശങ്കരാചാര്യർ ഒരിക്കലും ശ്രീമദ് ഭാഗവതം തൊട്ടിട്ടില്ല. കാരണം ശ്രീമദ് ഭാഗവതം ഭഗവത് സാക്ഷാത്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. വേദാന്തം ഭഗവത് സാക്ഷാത്കാരത്തെ കുറിച്ചും കൂടാതെ ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ചുള്ള ലീലകളാണ്. അതിന് തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഇദ്ദേഹം രചിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭഗവാനോട് ചെയ്യുന്ന അപരാധമായി പോകും. വേദാന്ത സൂത്രത്തെ അദ്ദേഹം ഇങ്ങനെ തിരിച്ചു മാറ്റാനുള്ള രീതിയിൽ അദ്ദേഹം ചെയ്യണില്ല. അത് ഭഗവാനോടുള്ള അപരാധമായി പോകും. കാരണം ആരാണ് മഹാദേവൻ? മഹാദേവനെ കുറിച്ച് എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്നത്? വൈഷ്ണവാനാം യഥാശംഭോ, വൈഷ്ണവന്മാരിൽ ഏറ്റവും ഉയർന്ന വൈഷ്ണവനാണ് ഭഗവാൻ, മഹാദേവൻ. ആ മഹാദേവൻ ഭഗവാന്റെ ലീലകളുള്ള ഈ ശ്രീമദ് ഭാഗവതത്തെ തെറ്റായിട്ടുള്ള വ്യാഖ്യാനം കൊടുത്താൽ അത് ഭഗവാന് തന്നെ ചെയ്യുന്ന അപരാധമാണ്. അതുകൊണ്ട് അദ്ദേഹം ശ്രീമദ് ഭാഗവതത്തിന് കമന്ററി ഒന്നും എഴുതിയിട്ടില്ല. എന്താണ് ഈ ശ്ലോകങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നൊന്നും എഴുതിയിട്ടില്ല. അത് ശ്രീധര സ്വാമികളാണ് എഴുതിയത്. ശ്രീധര സ്വാമികൾക്കറിയാം എന്താണ് അദ്ദേഹം. കൂടാതെ പുരാണങ്ങളിലും പറയുന്നുണ്ട്. ശിവപുരാണത്തിൽ ശിവൻ തന്നെ പാർവതിയോട് പറയുന്നുണ്ട്, ഞാൻ ഈ കലിയുഗത്തിൽ തെറ്റായിട്ടുള്ള ഒരു സിദ്ധാന്തം പ്രചരിപ്പിക്കാനായിട്ട് ജനിക്കും, ശങ്കരാചാര്യരായിട്ട് ജനിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം തന്റെ ഉദ്ദേശം, അവതാര ഉദ്ദേശം, തനിക്ക് കിട്ടിയ നിർദ്ദേശം അത് പാലിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവതരിച്ചത്. അങ്ങനെ എങ്ങും തൊടാതെ അദ്ദേഹം തന്റെ ജോലി ചെയ്തു. അപ്പോ ഭഗവാനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ബുദ്ധിശാലികളും നമുക്ക് ഒരുപാട് പേരിന് മുമ്പിൽ ഒരുപാട് ഡെസിഗ്നേഷൻ ഉണ്ടെന്നൊന്നും പറഞ്ഞാൽ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭക്തിയാ മാം അഭിജാനാതി, ഭക്തി കൊണ്ടേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ പറയും ഒരുപാട് റിലിജിയൻസ് ഉണ്ടല്ലോ. ക്രിസ്ത്യൻസ് ആണെങ്കിൽ എന്താ പറയാ, പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ച് പറയുന്നു. മുസ്ലിംസ് ആണെങ്കിൽ എന്താ, അള്ളാനെ പറയുന്നു. ശരിക്കും ഇതെല്ലാം ആരാണ്? ഈ അള്ളാഹ് എന്ന് പറയുന്നതും ഭഗവാൻ കൃഷ്ണനെ തന്നെയാണ്. ഭഗവാന്റെ തന്നെ അവ്യക്തിഗത ഭാവമായ ബ്രഹ്മജ്യോതിയാണ് അവർ ഈ അള്ളാഹ് എന്ന് ആരാധിക്കുന്നത്. അതുപോലെ സ്വർഗസ്ഥനായ പിതാവ്, ഈ സ്വർഗം എന്ന് അവർ ഉദ്ദേശിക്കുന്നത്, അവര് വ്യാഖ്യാനത്തിൽ സ്വർഗമാണ്. നമുക്കറിയാം സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ദ്രനാണുള്ളത്. ആ ഇന്ദ്രനെ അല്ല, സ്വർഗസ്ഥനായ പിതാവ് എന്ന് ഉദ്ദേശിക്കുന്ന ഗോലോകത്തുള്ള ഭഗവാൻ കൃഷ്ണനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും ഒരു കൺക്ലൂഷനാണ്. എല്ലാ മതഗ്രന്ഥങ്ങളും ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ, അള്ളാനെ
ശരണം പ്രാപിക്കുക, അല്ലെ ആ സ്വർഗസ്ഥനായ പിതാവിനെ ശരണം പ്രാപിക്കുക. നമ്മൾ എന്താണ് പറയുന്നത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം, എന്നെ ശരണം പ്രാപിക്കുക. അപ്പൊ ഈ പറയുന്ന അള്ളായും ഈ പറയുന്ന സ്വർഗസ്ഥനായ പിതാവും ഈ പറയുന്ന മാമേകം എന്ന് പറയുന്ന നമ്മുടെ ഭഗവാൻ കൃഷ്ണനും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോ എല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളും ഭഗവാനിൽ ശരണം പ്രാപിക്കാനാണ് പറയുന്നത്. പക്ഷേ വ്യാഖ്യാനങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോ ബൈബിൾ എടുത്താൽ തന്നെ പുതിയ നിയമം, പഴയ നിയമം, അങ്ങനെ നിയമങ്ങൾ മാറുന്നു. പക്ഷെ നമ്മുടെ ഭഗവത്ഗീതയ്ക്ക് പുതിയ ഭഗവത്ഗീത, പഴയ ഭഗവത്ഗീത ഒന്നുമില്ല. ഭഗവത്ഗീത 5000 വർഷം മുമ്പ് എന്താണോ ഭഗവാൻ പറഞ്ഞത് അത് തന്നെയാണ്. നിയമങ്ങൾ മാറുന്നില്ല. ഈ കലിയുഗത്തുള്ളവർക്കുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നിട്ടുണ്ട്. അത് ഈ കലിയുഗം അവസാനിക്കുന്നവരെ ഈ ഭഗവത്ഗീതയുടെ എന്താണ് ഉപദേശം മാറുന്നില്ല. പക്ഷെ ഇതുപോലെ ഈ ഖുറാനിലും ബൈബിളിലും ഒക്കെ വ്യാഖ്യാനങ്ങൾ മാറും. അതിനുള്ള കാരണം ഒരുപാട് രാജാക്കന്മാര് ഇങ്ങനെ ഭരണം വന്ന് മാറി മറിഞ്ഞു പോകുന്നുണ്ട്. കുറെ നാള് റോമൻ എംപറർ ആയിരുന്നു, പിന്നെ ഗ്രീക്ക്, അങ്ങനെ പല ഇവര് വന്നു. അപ്പൊ ആ രാജാവ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ പവർ കാരണം അവർക്ക് എന്തും ചെയ്യാം. അപ്പൊ അവർ ഈ ബൈബിളിനെ തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താ കുറെ നാള് മുഗൾസ് ഭരിക്കുന്നു. അപ്പം മുസ്ലിം ഭരണം വരുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ വരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താണ്? എല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളും ഒരേ ഒരു കാര്യമേ പറയുന്നുള്ളൂ, ഭഗവാനിൽ ശരണം പ്രാപിക്കുക. അപ്പൊ ഇതാണ് ആ ഭഗവാന് ഇവിടെ കർദമമുനി എന്താ പറയുന്നത്? അങ്ങേക്ക് എണ്ണമറ്റ രൂപമുണ്ട്, അതെല്ലാം അതീന്ദ്രിയ രൂപങ്ങളാണ്. എന്തിനാണ് ഇത്രയും രൂപങ്ങൾ എടുക്കുന്നത്? തന്റെ ഭക്തന്മാർക്ക് സന്തോഷം കൊടുക്കാനായിട്ട്. ഇനി 32ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ താം സൂരിഭിസ്തത്വബുപുൽസയാധ്വാ സദാഭിവാദാർഹണപാദപീഠം ഐശ്വര്യവൈരാഗ്യയശോവദ്ബോധ വീര്യശ്രിയാപൂർത്തമഹം പ്രപദ്യേ. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, ആത്യന്തികമായ സത്യം ഗ്രഹിക്കുവാൻ ആകാംക്ഷയുള്ള മഹാമുനികളുടെ ആരാധനാപൂർണങ്ങളായ അഭിവാദനങ്ങൾ സ്വീകരിക്കാൻ സർവദാ അർഹതയുള്ള സംഭരണികളാകുന്നു അങ്ങയുടെ പാതാരവിന്ദങ്ങൾ. അങ്ങ് ഐശ്വര്യം, വൈരാഗ്യം, അതീന്ദ്രിയ യശസ്, ജ്ഞാനം, ശക്തി, സൗന്ദര്യം എന്നിവകളാൽ പൂർണ്ണനാകയാൽ ഞാൻ എന്നെ അങ്ങയുടെ പാദപങ്കജങ്ങൾക്ക് സ്വയം സമർപ്പിക്കുന്നു. അപ്പൊ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാരും ആഗ്രഹിക്കുന്ന, എല്ലാ മഹാമുനികളും ആരാധിക്കുന്ന ആ ഭഗവാന്റെ എന്താണ് എല്ലാരും അഭിവാദ്യം കൊടുക്കുന്ന എല്ലാ സത്തയും നിറഞ്ഞതാണ് ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ. അപ്പോ ആ പാതാരവിന്ദങ്ങളിൽ എത്രയെത്ര മഹാമുനികളാണ് അവരുടെ സമർപ്പിക്കുന്നത്, അവരുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത്. ഭഗവാൻ 5 ഐശ്വര്യങ്ങൾ, അല്ല 5 എന്താണ്, ഷഡൈശ്വര്യങ്ങൾ, 6 ഐശ്വര്യങ്ങളോട് കൂടിയതാണ്. ഐശ്വര്യം, വൈരാഗ്യം, യശസ്, ജ്ഞാനം, ശക്തി, സൗന്ദര്യം, ഇതെല്ലാം പൂർണ്ണനാണ്. ഈ 6 ഐശ്വര്യങ്ങളും പൂർണ്ണനായിട്ടുള്ളവനാണ് ഭഗവാൻ. ഇതെല്ലാം പൂർണ്ണനായിട്ടുള്ള അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ഞാൻ സ്വയം സമർപ്പിക്കുന്നു. അപ്പൊ പരമസത്യം അന്വേഷിക്കുന്ന എല്ലാരും ആരാധിക്കുന്നത് എവിടെയാണ്? പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ കാൽപാദങ്ങളിലാണ്. ഭഗവത്ഗീതയില് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, ഹരേ കൃഷ്ണ. അപ്പം എന്താണ് അർജുനന്റെ അടുത്ത് ഭഗവാൻ എന്താണ് പറയുന്നത്? മാം ഏകം ശരണം വ്രജ. 9ാമത്തെ അധ്യായത്തിൽ പറയുന്നു, മന്മനാ ഭവ മദ്ഭക്തോ മധ്യാജീമാം നമസ്കുരു. 4 കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? മന്മന എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെ ഓർമ്മിക്കുക. മന്മന ഭവ മദ്ഭക്ത എന്ന് പറഞ്ഞാൽ എന്റെ ഭക്തനാവുക. മധ്യാജി ആരാധിക്കുക, നമസ്കുരു എന്നെ എപ്പോഴും നമസ്കരിക്കുക. 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ നീ എന്നെ മനസ്സിലാക്കും, നിനക്ക് എന്റെ ധാമത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോ ഭഗവാൻ ഈ 6 ഐശ്വര്യങ്ങളും ഉള്ളത്, മൊത്തത്തിലുള്ളത്, അത് ഭഗവാനും പൂർണ്ണമായിട്ടുള്ളത്
അതാണ് 6 ഐശ്വര്യങ്ങൾ പൂർണ്ണമായിട്ടുള്ളത് ഭഗവാനാണ്. ഏതൊക്കെയാണ് 6 ഐശ്വര്യങ്ങൾ? ഐശ്വര്യം, വൈരാഗ്യം, യശസ്, ജ്ഞാനം, വീര്യം, ശ്രീ. ഐശ്വര്യം സമഗ്രസ്യ വീര്യസ്യ വിഷയശ്രിയ ജ്ഞാനവൈരാഗ്യവശ്ചൈവ സന്നാംഭക ഇതിങ്കന. ഇതാണ് ആ ശ്ലോകം. ഇത് ആരാണ് ഈ കാര്യം പറഞ്ഞു തന്നത്? ഓർമ്മയുണ്ടോ? പരാശരമുനി. പരാശര മുനി അല്ലേ? പരാശര മുനിയാണ് ഭഗവാൻ. ഭഗവാൻ എന്ന വാക്കിന്റെ അർത്ഥം അത് 6 ഐശ്വര്യങ്ങൾ മൊത്തത്തിൽ ആ ഒരു വാക്കാണ്, പൂർണ്ണമായിട്ടുള്ളത്. നമ്മുടെ ഈ ഭൗതിക ലോകത്ത് യശസ്സും ജ്ഞാനവും ശക്തിയും സൗന്ദര്യമൊക്കെ ഉള്ളവരുണ്ട്. പക്ഷെ അതെല്ലാം എന്താണ്, വളരെ കുറച്ച് ലിമിറ്റഡ് ആണ്. ഇത് പൂർണ്ണമായിട്ടുള്ളത് അത് ഭഗവാന് മാത്രമേ ഉള്ളൂ എല്ലാത്തിലും. അപ്പൊ ആർക്കും ഭഗവാനെ കവച്ചു വെക്കാൻ കഴിയില്ല. അസമൂർധ്വ എന്നാണ് ഭഗവാന്റെ മറ്റൊരു നാമം. അതായത് ഭഗവാന് തുല്യമായിട്ടോ ഭഗവാന് ഉപരിയായിട്ടോ ആരും തന്നെ ഇല്ല. അസമൂർധ്വ. നമുക്ക് അവസാനത്തെ ശ്ലോകം കൂടെ നോക്കാം. നമോ ഭഗവതേ വാസുദേവായ. പരം പ്രധാനം പുരുഷം മഹാന്തം കാലം കവിം ത്രിവൃതം ലോകപാലം ആത്മാനുഭൂത്യാനുഗത പ്രപഞ്ചം സ്വച്ഛന്ദ ശക്തിം കപിലം പ്രപദ്യേ. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. സ്വതന്ത്രനായി സർവശക്തനും അതീന്ദ്രിയനും സകല പദാർത്ഥങ്ങളുടെയും ഘടകത്തിന്റെയും പരമോന്നത വ്യക്തിയും ഭഗവാനും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ കീഴിലുള്ള സർവ്വലോകങ്ങളെയും അറിഞ്ഞു പരിപാലിക്കുന്നവനും ഭൗതികാവിഷ്കാരങ്ങളുടെ നാശാനന്തരം അവയെ ഉൾക്കൊള്ളുന്നവനും കപിലമുനിയുടെ രൂപത്തിൽ അവതരിച്ചവനുമായ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷനാണ് തന്റെ മകനായിട്ട് വന്നത്. അത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം തന്നെ അദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ച് പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. കപിലമുനിയുടെ രൂപത്തിൽ അവതരിച്ചവനുമായ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അപ്പൊ ഈ അദ്ദേഹത്തെ വർണ്ണിക്കുകയാണ്. അദ്ദേഹം എന്താണ്? സർവശക്തനാണ്, അതീന്ദ്രിയനാണ്, സകല പദാർത്ഥങ്ങളുടെയും സമയകരണത്തിന്റെയും പരമോന്നത വ്യക്തിയും ആണ് ഭഗവാൻ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ കീഴിലുള്ള സർവ്വ ലോകങ്ങളെയും അറിഞ്ഞു പരിപാലിക്കുന്നവൻ. അപ്പൊ എല്ലാ ലോകങ്ങളെയും നിയന്താവും, എല്ലാത്തിനെയും നിർമ്മിച്ചതും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അത് എല്ലാത്തിന്റെയും സർവ്വചരാചരങ്ങളെ നിയന്ത്രിക്കുന്നവനും പരിപാലിക്കുന്നവനും എല്ലാം ഭഗവാനാണ്. എല്ലാത്തിന്റെയും നാശാന്തകനും, എല്ലാം സൃഷ്ടിക്കുന്നതും സ്ഥിതി സംഹാരം എല്ലാം ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനാണ് കപിലമുനിയായിട്ട് തന്റെ മകനായിട്ട് വന്നതല്ലേ. ആ ഭഗവാനെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് കപിലമുനി പറയുന്നു. അപ്പൊ 6 ഐശ്വര്യങ്ങൾ ഇവിടെ എടുത്തു പറയാണ്. ഭഗവാന്റെ ഐശ്വര്യം. ഈ എല്ലാ പ്രപഞ്ചങ്ങളും നമ്മൾ പറയും എനിക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്, ഞാൻ വലിയ പണക്കാരനാണെന്നൊക്കെ ചിന്തിക്കും. അവർക്കൊക്കെ എന്താണുള്ളത്? ഭഗവാനെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രപഞ്ചം മൊത്തവും ഭഗവാന്റെയാണ്. ഭഗവാന്റെ രോമകൂപങ്ങളിൽ നിന്ന് കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ. ആ ബ്രഹ്മാണ്ടത്തിലാണ് നമ്മള് ആ ബ്രഹ്മാണ്ടത്തിലെ വെറും ഒരു പുഴുവാണ് നമ്മളെല്ലാരും. അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത്രയും ഐശ്വര്യങ്ങൾ ഉണ്ടെങ്കിലും ഭഗവാൻ എന്താണ്? ഇതിലെല്ലാം വൈരാഗിയാണ്. നമുക്ക് സൂര്യനെ തന്നു, വെളിച്ചത്തിന് മഴ തരുന്നു, നമുക്ക് വായു തരുന്നു, നമുക്ക് ജീവിക്കാനുള്ള നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും തരുന്നു. എന്നിട്ട് നമ്മളോട് എപ്പോഴെങ്കിലും സൂര്യപ്രകാശം തരുന്നത് കൊണ്ട് നമ്മൾ സൂര്യന് ബില്ല് അടയ്ക്കേണ്ടതുണ്ടോ? നമുക്കിപ്പോ ഭൗതിക ലോകത്താണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കണം, വാട്ടർ ബില്ല് അടയ്ക്കണം, എന്ത് വസ്തു ഉപയോഗിച്ചാലും അതിനെല്ലാം ബില്ല് അടയ്ക്കേണ്ടതുണ്ട്. നമ്മളൊരു വീട് വാടകയ്ക്ക് താമസിക്കുമ്പോൾ വാടക വാങ്ങിക്കും, വാടക കൊടുക്കണം. പക്ഷെ ഭഗവാന്റേതാണ് ഈ കാണുന്ന എല്ലാം. നമ്മൾ ഈശോപനിഷത്തിൽ പഠിച്ചിട്ടുണ്ട്, ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാ ജഗത്. ഇതെല്ലാം കാണുന്നതും എല്ലാത്തിന്റെ നിയന്ത്രണവും ഭഗവാനാണ്. എന്നിട്ട് ഭഗവാൻ നമ്മളോട് എപ്പോഴും ഈ ഭൂമിയിൽ താമസിക്കുന്നതിന് നമ്മളോട് കണക്ക് ചോദിക്കുന്നുണ്ടോ? നിരീശ്വരവാദികളായിട്ടുള്ളവർക്ക് സൂര്യപ്രകാശം കൊടുക്കാതിരിക്കുന്നുണ്ടോ? കാരുണ്യവാനാണ് അദ്ദേഹം. എല്ലാവർക്കും ആവശ്യത്തിനുള്ള എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ ശക്തിയും അത്രയും പ്രശസ്തിയും സൗന്ദര്യവും ജ്ഞാനവും
വൈരാഗ്യവും എല്ലാം ഉള്ളതാണ് ഭഗവാൻ. ആ ഭഗവാൻ ഇവിടെ കർദമ മുനിയുടെ മകനായിട്ട് വന്നിരിക്കുന്നു. ഇപ്പോ പരം എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നു. പരം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യം തന്നെ പരം സത്യം എന്ന് പറയുന്നുണ്ട്. അപ്പൊ പരം അടുത്തത് പ്രധാനം. പ്രധാനം എന്ന് പറഞ്ഞാൽ കാരണനായിട്ടുള്ളവനാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ എന്താണ് പുരുഷം. ഇവിടെ പുരുഷം എന്ന വാക്ക് പറയുന്നുണ്ട്. പുരുഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന് രൂപമില്ല എന്നല്ല, അദ്ദേഹം എല്ലാത്തിനെയും രൂപമുണ്ട്. കൂടാതെ അദ്ദേഹം എല്ലാത്തിനെയും ആസ്വദിക്കുന്നവനാണ്. എൻജോയർ, സുപ്രീം എൻജോയർ. അതാണ് നമ്മള് ഭഗവത്ഗീതയിലെ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടല്ലേ, പ്രകൃതി പുരുഷൻ 13ാമത്തെ അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ പുരുഷൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ആസ്വദിക്കുന്നു. പുരുഷൻ. ഓക്കെ. അപ്പോ എന്താണ്? ഭഗവാൻ എല്ലാം അറിയുന്നു. നമ്മുടെ ഭാവിയും വർത്തമാനം, കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ഇതെല്ലാം അറിയുന്നവനാണ് ഭഗവാൻ. ഈ പ്രപഞ്ചം മൊത്തവും അതെല്ലാം നിയന്ത്രിക്കുന്നതും ഭഗവാനാണ്. ഈ ലോകത്തെ പരിപാലിക്കുന്നവൻ ഭഗവാനാണ്. അപ്പൊ കർദമ മുനി യുടെ മകനായിട്ട് ഭഗവാൻ വന്നു. അത് ഭഗവാൻ അവതാരമാണെന്ന്, ഭഗവാന്റെ അവതാരമാണ് കപിലൻ എന്ന് കർദമ മുനിക്ക് അറിയാം. അപ്പൊ കർദമ മുനി അതുകൊണ്ട് തന്നെ പൂർണ്ണമായി എന്താണ്? ഭഗവാന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ വേറൊരു വാക്ക് ഇവിടെ ആത്മാനുഭൂത്യാനുഗത പ്രപഞ്ചം എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോ ഭഗവാൻ ഇവിടെ കപിലനായിട്ടോ രാമനായിട്ടോ നരസിംഹമായിട്ടോ വരാഹമായിട്ടോ എല്ലാം അവതരിക്കുന്നത് എല്ലാം ഭഗവാന്റെ ആന്തരിക ശക്തിയുടെ ബലത്താണ്. ആന്തരിക ശക്തി കൊണ്ടാണ് ഭഗവാൻ ഇവിടെ എല്ലാം അവതരിക്കുന്നത്. ഈ അവതരിക്കുന്ന രൂപങ്ങളൊന്നും ഭൗതിക രൂപമല്ല. ഇതൊന്നും ഭൗതികമായിട്ടുള്ള ഭൗതിക ശക്തിയുടെ നിയന്ത്രണത്തിലല്ല, ആന്തരിക ശക്തിയുടെ നിയന്ത്രണത്തിലാണ് ഇത് വരുന്നത്. തടസ്ഥ ശക്തി, ബഹിരംഗ ശക്തി, എന്തൊക്കെയാണ് 3 ശക്തികൾ ഭഗവാന്റെ? ആന്തരശക്തി, അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. തടസ്ഥ ശക്തി. അപ്പൊ ബഹിരംഗ ശക്തിയുടെ നിയന്ത്രണത്തിലാണ് നമ്മളെല്ലാരും ഓരോ രൂപം എടുക്കുന്നത്, നമുക്കെല്ലാം ഓരോ ശരീരം കിട്ടുന്നത്. പക്ഷെ ഭഗവാൻ ബഹിരംഗ ശക്തിയുടെ രൂപത്തിലല്ല, ആ ശക്തി കൊണ്ട് കിട്ടിയ രൂപത്തിലല്ല, അത് അതീന്ദ്രിയ രൂപത്തിലാണ് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാരും നമ്മളുടെ കർമ്മഫലം വെച്ചിട്ട് നമ്മൾ ഈ ഭൗതിക ലോകത്ത് ഓരോ ഭൗതിക രൂപങ്ങൾ എടുക്കുന്നു. ഭഗവാന്റെ രൂപം അതിൽ നിന്നും വ്യത്യസ്തമാണ്. പക്ഷേ ഈ കാര്യം ആർക്ക് മനസ്സിലാവില്ല? മൂഢന്മാർക്ക് മനസ്സിലാവില്ല. ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നമാം ദുഷ്കൃതിനോ മൂഢ പ്രപത്യന്തേ നരാധമ. 4 കൂട്ടർ മൂഢന്മാർ, അവർക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർ പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ എന്നുള്ളത് അവര് തിരസ്കരിക്കുകയാണ്. അവർക്കത് മനസ്സിലാവില്ല, അല്ലേ? അപ്പോ അത് ഇപ്പൊ മായാവാദികളുടെ അടുത്ത് ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ അവര് അത് സ്വീകരിക്കില്ല. അവരെ പറയുന്നത് ആരെ വേണമെങ്കിലും പ്രാർത്ഥിച്ചോളൂ, ഏത് വിഗ്രഹത്തെ പോലും ആരാധിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഏത് ഇഷ്ടദേവൻ ഏതാണ് ആ ദേവനെ ആരാധിച്ചോളൂ, നിങ്ങൾ എല്ലാരും ഒരേ സ്ഥലത്ത് തന്നെ എത്തും. അവരെ സംബന്ധിച്ചുള്ള ആ സ്ഥലം ഏതാണ്? മായാവാദികളെ അല്ലെ ബ്രഹ്മവാദികളെ കുറിച്ചുള്ള ബ്രഹ്മജ്യോതി. അവര് പറയുന്ന ഏത് വിഗ്രഹം നിങ്ങൾക്കുള്ള, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദേവന്മാര് കാണുമല്ലോ, ആ ദേവനെ ആരാധിച്ചാൽ മതി, നിങ്ങൾ എല്ലാരും ഒരു സ്ഥലത്ത് തന്നെ എത്തും. പക്ഷെ ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്താണ് പറയുന്നത്? യാന്തി ദേവ പ്രധാൻ ദേവാൻ പിതൃ യാന്തി പിതൃ പ്രധാൻ ഭൂതാനി. നിങ്ങൾ എവിടെ ആരാധിച്ചോ അവരങ്ങനെ അങ്ങോട്ടേ പോവുകയുള്ളൂ. എന്നെ പ്രാർത്ഥിച്ചാലേ എന്റെ അടുത്ത് എത്തുകയുള്ളൂ. അല്ലാതെ ആരെ ഇഷ്ടമുള്ളവരെ ആരാധിച്ചാൽ എല്ലാരും ഒരു സ്ഥലത്ത് എത്തില്ല. നമ്മള് ഡൽഹിയിൽ ടിക്കറ്റ് എടുത്താൽ നമ്മള് എന്താ അങ്ങ് ഹിമാലയത്തിൽ എത്തില്ല. നമ്മൾ ടിക്കറ്റ് എടുത്ത എവിടാണോ അവിടെ മാത്രമേ എത്തുകയുള്ളൂ. അപ്പോ ആ കാര്യം മൂഢന്മാർക്ക് മനസ്സിലാകില്ല. ഭഗവാന് ആത്മീയ രൂപമുണ്ടെന്നും ഭഗവാന്റെ ആത്മീയ ലോകമുണ്ടെന്നും അവിടെ ഭഗവത് ഭക്തന്മാര് ഭഗവാനെ സേവനം ചെയ്യുന്നു ഉണ്ടെന്നുള്ളതൊന്നും
മൂഢന്മാർക്ക് മനസ്സിലാകില്ല. അത് ആർക്കേ അറിയുള്ളൂ, അത് ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഇവിടെ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള കർദമ മുനി കപില മുനിയോട് അർപ്പിച്ച പ്രാർത്ഥനകളാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവ आनंद कोटि वैष्णव वृंद की जय, श्रील प्रभुपाद की जय। हरे कृष्णा माताजी। थैंक यू माताजी। हरे कृष्णा। थैंक यू। हरे कृष्णा। हरे कृष्ण माताजी। ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. हरे कृष्णा माताजी। हरे कृष्णा। ഹരേ കൃഷ്ണ. അപ്പൊ അടുത്ത് നമ്മള് കാണാൻ പോകുന്നത് പ്രാർത്ഥന. ഇപ്പൊ നമ്മള് കർദമ മുനിയുടെ പ്രാർത്ഥനയാണ് കണ്ടത്. ഇനി നമ്മള് അടുത്തത് ദേവഹൂതിയുടെ പ്രാർത്ഥനയാണ് കാണാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ദേവഹൂതിയുടെ പ്രാർത്ഥനകൾ കാണാം. അത് സ്കന്ധം 3 അധ്യായം 33 ശ്ലോകം 2 തൊട്ട് 8 വരെയുള്ള ശ്ലോകങ്ങളാണ് ദേവഹൂതിയുടെ പ്രാർത്ഥന. ഹരേ കൃഷ്ണ.